പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. കെട്ടിട നിർമ്മാണം എന്ന് പറയുന്നത് നമ്മൾ വളരെ ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല. നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു തല ചായ്ക്കാൻ ഒരു കൂര പണിയുക എന്നുള്ളത്. അത് പണിയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് കേരളത്തിലെ ഏത് പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ബിൽഡിംഗ് റൂൾസ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഒരു വീട് നിർമ്മിക്കണം എന്ന് തോന്നുന്ന സമയത്ത് ഒരു എഞ്ചിനീയറെയാണ് നമ്മൾ പോയി കാണുക. അപ്പോൾ എഞ്ചിനീയറോട് വളരെ കൃത്യമായ രീതിയിൽ നമ്മളുടെ ആശയങ്ങളെ കുറിച്ച് പറയാം. ഇത്ര ബെഡ്റൂം വേണം, ഇത്ര സൈസ് വേണം, കിച്ചൺ ഇന്ന രീതിയിൽ വേണം, നമുക്കതിൻ്റെ ഉള്ളിലുള്ള ബാത്റൂമുകൾ ഇന്ന രീതിയിൽ വേണം എന്നൊക്കെ വളരെ വിശദമായിട്ട് ഒരു എഞ്ചിനീയറുടെ അടുത്ത് പറഞ്ഞാൽ നിങ്ങളുടെ ബഡ്ജറ്റിന് അണങ്ങുന്ന രീതിയിൽ, നിങ്ങളുടെ മനസ്സിന് അണങ്ങുന്ന രീതിയിൽ ഒരു ചെറിയ പ്ലാൻ തയ്യാറാക്കി അതിൻ്റെ പെർമിഷൻ എടുത്ത് തരാൻ പരമാവധി നമ്മളുടെ എല്ലാ എഞ്ചിനീയർമാരും ശ്രദ്ധിക്കും. പിന്നീട് രണ്ടാമത്തെ ഒരു കടമ്പ എന്നുള്ളത് നിങ്ങളൊരു കരാറുകാരനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഈ കരാറുകാരനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏതൊരു കരാറുകാരനെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം വന്നോ, അദ്ദേഹത്തെക്കുറിച്ച് നമ്മളുടെ ആ പ്രദേശങ്ങളിൽ ചെയ്യുന്ന വർക്കിന്റെ സ്വഭാവത്തെക്കുറിച്ചും ആ വർക്കിന്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ഇടപാടുകളെ കുറിച്ചുമൊക്കെ നമ്മളൊരു ചെറിയ അന്വേഷണം നടത്തുക. അത് നടത്തിയതിനു ശേഷം അങ്ങനെ ക്വാളിറ്റിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു 85% ആളുകളും നല്ല ഒരു കരാറുകാരനാണ്, അദ്ദേഹത്തെ ഏൽപ്പിച്ചാൽ കുഴപ്പമില്ല എന്ന ഒരു അഭിപ്രായം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നാൽ മാത്രം അദ്ദേഹത്തെ കോണ്ടാക്ട് ഏൽപ്പിക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, എഞ്ചിനീയറിംഗ് പ്ലാൻ പ്രകാരം പലപ്പോഴും നമ്മളുടെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളും ഒക്കെ നമ്മൾ അനിവാര്യമായിട്ട് വേണ്ടി വരും. അത് എഞ്ചിനീയറും അതുപോലെ തന്നെ കരാറുകാരനും അതുപോലെ തന്നെ ക്ലയന്റും ഒരുമിച്ചിരുന്ന് നമുക്ക് എന്തൊക്കെ ഡിസൈനുകൾ ചെറിയ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു കോർഡിനേഷനോട് കൂടിയിട്ട് ആ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റുക. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അപാകതകൾ ഉണ്ടാവാറുണ്ട്. അവർ തമ്മിലുള്ള ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ വർക്ക് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ. അത് എല്ലാ ഉപഭോക്താക്കളും അല്ലെങ്കിൽ എല്ലാ ക്ലയന്റും കൃത്യമായിട്ട് ആ കാര്യങ്ങളെ ചോദിച്ച് മനസ്സിലാക്കി അതിനുള്ള വേദികൾ ഒരുക്കി നമ്മൾ കൂടി ആലോചിച്ച് ഒരു വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതിനെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.